കൂട്ടുകാരെ, എൻ്റെ കുറച്ച് റോസുകളൊന്ന് പരിചയപ്പെടുത്തുവാണേ. ഇത് ഓർക്കിഡ് റോസാണേ. ഇത് നിറച്ച് പൂക്കളൊക്കെ ഉണ്ടാകുന്നൊരു റോസിനമാണ്. അതുകൊണ്ട് മുട്ടുകളൊക്കെ വന്ന് നിൽപ്പുണ്ട്. പിന്നെ ഇതാണെങ്കിൽ ഇവിടെ ബഡ് റോസ് ഞാൻ സെയിലിനെടുക്കുന്ന ബഡ് റോസുകളാണേ. അത് അധികം വരുന്നത് ചിലർ കൊണ്ടുപോയി കഴിഞ്ഞ് ബാക്കി മിച്ചം വരുന്നതൊക്കെ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. കളറുകൾ അങ്ങനെയൊക്കെ വരുന്നതൊക്കെ ഞാനിവിടെ താഴെ നടും. ഈ റെഡൊക്കെ നല്ല കടും റെഡാണ്, നല്ല ഡാർക്കാണ്, നല്ല ഭംഗിയുള്ള പൂവാണ്. അതുകൊണ്ട് വെള്ളയുണ്ട്, മഞ്ഞയുണ്ട്, അതൊക്കെ ഞാൻ താഴെ വെച്ച്. പിന്നെ ഇത് നമ്മുടെ സാധാ പട്ടുറോസ എന്ന് പറയത്തില്ലയോ, സഹസ്രദളം പോലെ അടുക്കടുക്കായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള പൂവാണ്. അതിൻ്റെയൊക്കെ ഫ്ലവറിങ് കഴിഞ്ഞതാണ്. ഞാൻ പിന്നെ ഇപ്പം പ്രൂൺ ചെയ്ത് നിർത്തിയിരിക്കുക. ചെറിയൊരു മുരടിപ്പുണ്ട്, അതിനെന്തെങ്കിലും മെഡിസിൻ ചെയ്യണം. ഞാൻ ഓർഗാനിക്കേ ചെയ്യാറുള്ളൂ. മുരടിപ്പൊക്കെ മാറ്റിയെടുക്കണം. ഒത്തിരി ബ്രാഞ്ചസും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ചീരമക്കളൊക്കെ വിളവെടുക്കാറായി വരുന്നു. വിളവെടുക്കാൻ സമയമായി. കുറേ ഹൈറ്റ് വെക്കും. നല്ല ഒത്തിരി ശാഖകളൊക്കെ വരുന്നതിനും ചീരയാണ്. പിന്നെ ഇത് നമ്മുടെ തായ്ലൻഡ് ഓൾ സീസണാണ്. തായ്ലൻഡ് ഓൾ സീസൺ മാവാണ്. പിന്നെ ഒരുപാട് എല്ലാ ബ്രാഞ്ചിലും പൂക്കൾ വന്ന് നിറഞ്ഞ് എല്ലാ ബ്രാഞ്ചസിലും പൂക്കളുണ്ട് കേട്ടോ. ഒരുപാട് മാങ്ങയൊക്കെ പിടിച്ച് തുടങ്ങി. ആ ഒരു കൊമ്പ് നിറച്ച് വന്നതാ. അത്രയും കുറേ കൊഴിഞ്ഞു പോയി. ബാക്കിയെങ്കിലും കിട്ടണേന്ന് ഞാൻ പടച്ചവനോട് പ്രാർത്ഥിക്കുക. നമുക്കിതൊക്കെ കാണുമ്പോഴുള്ളൊരു സന്തോഷം, നമുക്കതൊന്ന് കഴിക്കാനുള്ളൊരാഗ്രഹമൊക്കെ കൊണ്ടേ എല്ലാ ബ്രാഞ്ചസിലും ഉണ്ട് കണ്ടോ. പൂക്കളൊക്കെ ഇഷ്ടം പോലെ വന്ന് കുഞ്ഞു മാങ്ങകളായി തുടങ്ങി. പിന്നെ വേനൽ ഒരുപാട് ഹാർഡ് അല്ലേ, ഒത്തിരി കടുത്ത വേനലായതുകൊണ്ട് ഇതുങ്ങൾക്കത് സഹിക്കാനുള്ളൊരു കരുത്തില്ലല്ലോ. അതുകൊണ്ട് കുറേയൊക്കെ കൊഴിഞ്ഞു പോകും. പിന്നെ ഇടയ്ക്കൊരു വേനൽ മഴ നമുക്ക് കിട്ടിയല്ലോ, അപ്പോഴും കുറേയൊക്കെ പോയി. പിന്നെ ഇപ്പം മഴക്കോളുണ്ട്. അപ്പോഴും മഴയത്തൊക്കെ പോകും, കുറച്ചൊക്കെ പോകും. നമുക്ക് ഒത്തിരി പ്രൊട്ടക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. അതാ കണ്ടോ, നിറയെ പൂക്കളാണ് ഇതിനകത്തെല്ലാം, നിറച്ച് പൂക്കളുണ്ട്. എനിക്കിവിടെ ഏറ്റവും കൂടുതൽ സെയിലുള്ളൊരു മാവിനമാണ് ഇത്. കാരണം വർഷത്തിൽ 2 തവണയെങ്കിലും, അറ്റ്ലീസ്റ്റ് 2 തവണയെങ്കിലും നമുക്ക് മാങ്ങ കിട്ടും. ഓണത്തിനുമൊക്കെ നമുക്ക് മാങ്ങ കിട്ടുന്നതാണ്. പിന്നെ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു മാവാണ്. ഒരുപാട് ഹൈറ്റും വെക്കത്തില്ല, ഇങ്ങനെ പന്തലിച്ച് നിൽക്കും.